ഹലോ. അങ്ങനെ നമ്മള് ഇക്കായി 3 എത്തിയിരിക്കുകയാണ്. റിംജിം റിംജിം. റിംജിം റിംജിം എന്ന് പറഞ്ഞാൽ മഴയെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു താളാത്മകമായ ശബ്ദത്തിനെയൊക്കെയാണ് റിംജിം റിംജിം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇക്കായി 3 റിംജിം റിംജിം. ഇക്കായി 3യിലെ ഫസ്റ്റ് ചാപ്റ്റർ പേഡ് കാ ജാദു ആണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. पेड़ का जादू. പേട് മരം, പേട് കാ മരത്തിന്റെ, ജാദു ജാദു എന്ന് പറഞ്ഞാൽ മാജിക്. മരത്തിന്റെ മാജിക് ആണ്. എന്ത് മാജിക്കൽ പവർ ആണ് മരത്തിനുള്ളതെന്ന് നോക്കണ്ടേ? നമുക്കിത് വായിച്ചു നോക്കാം. അതിനു മുമ്പ് ഇത് ആരാണ് എഴുതിയതെന്ന് നോക്കണ്ടേ? വിനോദ് കുമാർ ശുക്ല. बुआ के घर में पेड़ था. पेड़ पर गिलहरी देखकर मैंने कहा, बुआ आपने गिलहरी कहाँ से खरीदी? मैं भी लूंगा, उसे पालूंगा. ബുവ കെ ഘർ മേ. ബുവ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സഹോദരിയാണ്. ബുവ നമ്മുടെ വല്യമ്മ എന്നൊക്കെ പറയില്ലേ, അതാണ് ബുവ. ഓക്കെ, ബുവ കെ അച്ഛന്റെ സഹോദരിയുടെ, ഘർ മേ വീട്ടിൽ, പേട് ധാ അവിടെ ഒരു മരമുണ്ടായിരുന്നു. അച്ഛന്റെ സഹോദരിയുടെ വീട്ടില് ഒരു മരമുണ്ടായിരുന്നു. പേട് പർ മരത്തിനു മുകളിൽ, ഗിൽഹരി. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ കുഞ്ഞ്. ഇവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ കുഞ്ഞ് അണ്ണാൻ കുഞ്ഞുങ്ങളെ? ഗിൽഹരി ദേക്കർ ഗിൽഹരി കണ്ടിട്ട്, മേനെ കഹാ ഞാൻ പറഞ്ഞു. ഈ കഥ ഒരു കുഞ്ഞു കുട്ടി പറയുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ ബുവയുടെ വീട്ടിൽ പോയി മരത്തിന്റെ മുകളിൽ ഒരു അണ്ണാൻ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞു, ബുവ ആപ്നെ ഗിൽഹരി കഹാം സെ ഖരീദി? കഹാം സെ ഖരീദി എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് വാങ്ങിയത്? കുട്ടി വിചാരിക്കുന്നു ആന്റി എവിടുന്നോ ഇത് വാങ്ങിയിട്ട് വന്നിരിക്കുകയാണെന്ന്. അപ്പൊ ആന്റിയോട് ചോദിക്കുക, കഹാൻ സെ ഖരീദി ആപ്നെ താങ്കൾ, നിങ്ങള് ഈ ഒരു അണ്ണാൻ കുഞ്ഞിനെ എവിടെ നിന്നാണ് വാങ്ങിയത്? മേ ബി ലൂങ്ക അത് എവിടുന്നാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, മേ ഭി ഞാനും കൂടി, ലൂങ്ക വാങ്ങും ഞാനും കൂടി അതിനെ വാങ്ങും. ഉസേ പാലൂങ്ക എന്നിട്ട് അതിനെ നന്നായിട്ട് നോക്കി വളർത്തും. പാലൂങ്ക എന്ന് പറഞ്ഞാൽ അതിനെ വളർത്തും, അതിനെ നോക്കി വളർത്തും. ഒരു കുട്ടി ബുവയുടെ വീട്ടിൽ പോയപ്പോ അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ മുകളില് അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര കൗതുകമായി. അവൻ ചോദിച്ചു, ബുവ നിങ്ങൾ ഇത് എവിടുന്നാണ് വാങ്ങിയത്? ഈ ഒരു അണ്ണാൻ കുഞ്ഞിനെ എവിടെ വാങ്ങാൻ കിട്ടും? എനിക്കും അവിടെ പോയി വാങ്ങണമായിരുന്നു, എന്നിട്ട് ഞാൻ അതിനെ വളർത്തും. ബുവാനെ കഹ പറഞ്ഞു. അപ്പോ ബുവ പറഞ്ഞു, മേരെ ഘർ മേ പേഡ് ഹേ. മേരെ ഘർ മേ എന്റെ വീട്ടിൽ, പേഡ് ഹേ മരമുണ്ട്. പേഡ് കെ ഹോനെ സെ. പേഡ് കെ ഹോനെ സെ. ഹോനെ സെ എന്ന് പറഞ്ഞാൽ മരം ഉണ്ടാകുന്നത് കൊണ്ട്, അത് ഉള്ളത് കൊണ്ട്. പേഡ് കെ ഹോനെ സെ മരം ഉള്ളത് കൊണ്ട്, മരം അവിടെ ഉണ്ടായത് കൊണ്ട്. ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹേ. അപ്നെ ആപ് അത് സ്വന്തമായി തന്നെ, നമ്മൾ ഒന്നും ചെയ്യണ്ട. അപ്നെ ആപ് താനേ ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതാണ് അപ്നെ ആപ്. അണ്ണാൻ കുഞ്ഞ് തനിയെ തന്നെ ആ ജാത്തിയേ വരുന്നതാണ്. അപ്പൊ ഞാൻ എവിടുന്നും വാങ്ങിച്ചതല്ല, അതിനു വേണ്ടി ഒന്നും ചെയ്തതല്ല. എന്റെ വീട്ടിലൊരു മരമുണ്ട്, മരമുള്ളത് കൊണ്ട് അതിൽ അണ്ണാൻ കുഞ്ഞ് താനേ വരുന്നതാണെന്ന് ആന്റി പറഞ്ഞു. എന്നിട്ട് ആന്റി അവനെയും കൂട്ടിക്കൊണ്ടുപോയി മരത്തിന്റെ അടുത്തേക്ക്. പേട് പർ ദേക്കോ. പേട് പർ മരത്തിന് മുകളിൽ, ദേക്കോ നോക്കൂ, മരത്തിന് മുകളിലേക്ക് നോക്കൂ. ചിടിയാം ബൈട്ടി ഹേ. അണ്ണാൻ കുഞ്ഞ് മാത്രമല്ല, ചിടിയാം പക്ഷികളും, ബൈട്ടി ഹേ ബൈട്ട്ന ബൈട്ട എന്നൊക്കെ പറഞ്ഞ ഇരിക്കുക എന്നാണ്. ചിടിയാം ബൈട്ടി ഹേ പക്ഷികളും ഇരിക്കുന്നുണ്ട്. ചിടിയോങ്കോ മേനെ നെഹി പാല. ചിടിയോങ്കോ പക്ഷികളെ, മേനെ നെഹി പാല അതിനെയും ഞാൻ വളർത്തിയതല്ല. പാല എന്ന് പറഞ്ഞാൽ വളർത്തുക. അപ്പോ പക്ഷികളെ കണ്ടോ മരത്തിന്റെ മുകളിൽ? ഞാൻ അതിനെയും വളർത്തിയിട്ടില്ല.
पेड़ के होने से മരമുണ്ടായത് കൊണ്ട് വേ ആ ഗയി അവര് വന്നതാണ് ആ ഗയി അവര് വന്നു तुम अपने घर में पेड़ उगा लो तो गिलहरी आ जाएगी തും അപ്നെ ഘർ നീ നിന്റെ വീട്ടിൽ തും എന്ന് പറഞ്ഞാൽ നീ അപ്നെ ഘർ നിന്റെ സ്വന്തം വീട്ടിൽ പേട് ഉഗാലോ മരം വെച്ചു പിടിപ്പിക്കൂ മരം നടൂ തോ അങ്ങനെയാണെങ്കിൽ ഗിൽഹരി ആ ജായകി ഗിൽഹരി അവിടേക്ക് വന്നുകൊള്ളും ഗിൽഹരി അങ്ങോട്ട് വരും ആ ജായകി ചിടിയ ആയേകി അത് മാത്രമല്ല പക്ഷികളും വരും ആന്റി എന്താ കുട്ടിയോട് പറയുന്നത് ഇവിടുത്തെ മരത്തിനെ കണ്ടോ അതിന്റെ മുകളിൽ അണ്ണാൻ കുഞ്ഞ് മാത്രമല്ല പക്ഷികളും ഇരിക്കുന്നുണ്ട് നീ നിന്റെ വീട്ടിൽ പോയിട്ട് അവിടെയും ഇതുപോലെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കൂ അണ്ണാൻ അവിടേക്ക് സ്വന്തമായിട്ട് തന്നെ വന്നുകൊള്ളും അതുപോലെ പക്ഷികളും വരും കുട്ടികളൊക്കെ മരത്തിന് ചുറ്റും കളിക്കുകയാണല്ലേ പല പല കളികളിൽ ഏർപ്പെടുകയാണ് बाहर धूप होने से तो पेड़ के नीचे छाया आ जाएगी ബാഹർ മുമ്പ് നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ച വേർഡാണ് എന്താണ് അതിന്റെ മീനിങ് പുറത്ത് ധൂപ് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ വെയിൽ അപ്പൊ ബാഹർ ധൂപ് ഹോഗി തോ പുറത്ത് വെയിൽ ഉണ്ടാകുമ്പോൾ പേട് കെ നീച്ചെ മരത്തിന്റെ താഴെ പേട് പർ മരത്തിന് മുകളിൽ പേട് കെ നീച്ചെ മരത്തിന് താഴെ അപ്പോ പുറത്ത് വെയിലുണ്ടാവുന്ന സമയത്ത് മരത്തിന് താഴെ ഛായ ആ ജായകി ഛായ എന്ന് പറഞ്ഞാൽ അതിന്റെ നിഴൽ അല്ലെങ്കിൽ അതിന്റെ തണല് വരും അവിടെ തണല് വരുന്നതാണ് തബ് ഛായാമേ ഖേൽന അച്ഛാ ലഗേഗ തബ് ആ സമയം ഛായാമേ ആ തണലിൽ ഖേൽന കളിക്കാൻ അച്ഛാ ലഗേഗ നല്ല രസമാണ് വെയിലുള്ള സമയത്ത് വെയിലത്ത് പോയി കളിക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ എവിടെയെങ്കിലും മരമുണ്ടെങ്കിൽ മരത്തിനടിയിൽ തണലുള്ള സ്ഥലത്ത് പോയി കളിക്കാൻ നല്ല രസമാണ് ഇവിടെ കുട്ടികളൊക്കെ പല പല കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവർ കളിക്കുന്നത് മരത്തിന്റെ ചില്ലയിൽ ഊഞ്ഞാല് കെട്ടി ആടുന്നുണ്ട് ഒളിച്ച് കളിക്കുന്നുണ്ട് ബോള് കളിക്കുന്നുണ്ട് അല്ലേ ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു പേടുക്ക ജാദു മരങ്ങളുടെ മാജിക് ആണ് എന്ത് മാജിക് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് മരങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് നമുക്ക് മാത്രമല്ല മരങ്ങളിൽ പക്ഷികൾ വസിക്കുന്നു അണ്ണാൻ വസിക്കുന്നു പല ജീവികളും വസിക്കുന്നുണ്ട് അല്ലേ അതുപോലെ അവര് നമുക്ക് പല പല പഴങ്ങളും പിന്നെ വെയിലത്ത് തണലും ഒക്കെ തരുന്നതാണ് അപ്പൊ മരങ്ങൾ ശരിക്കും മജീഷ്യൻസ് ആണല്ലേ എല്ലാരും ഈ സ്റ്റോറി സ്വന്തമായിട്ട് വായിച്ചു നോക്കുക ഇനി നമുക്ക് അതിന്റെ എക്സസൈസിലേക്ക് പോകാം സഹി മിലാൻ കരെ ചിത്രങ്ങൾ ഈ സൈഡിൽ തന്നിട്ടുണ്ട് അതിന്റെ പേരുകളും തന്നിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയാലോ ഒന്നാമത്തെ കാര്യം എന്താണിത് ബട്ടർഫ്ലൈ ആണല്ലേ ബട്ടർഫ്ലൈക്ക് ഹിന്ദിയിൽ പറയുന്ന പേരാണ് തിത്തലി തിത്തലി ഇതാണ് തിത്തലി എങ്ങനെയാ എഴുതുക ത എന്നിട്ട് അതിന് തീ ത കൂടെ ലാ ലീ തിത്തലി നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ തിത്തലി അടുത്തത് അണ്ണാൻ അണ്ണാന്റെ പേര് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു എന്താണത് ഗിൽഹരി ഗിൽഹരി ഗ എന്ന് എഴുതുന്നത് ഈ ഒരു ഷേപ്പും ഇതും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഗ എന്നത് ഇനി അതിന് ഗീ എൽ ഹ ര രീ ഗിൽഹരി അതിനുശേഷം പക്ഷിക്ക് എന്തായിരുന്നു പറയാ ചിടിയ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ ചിടിയ എങ്ങനെയാ എഴുതുക ആദ്യം ച എന്നിട്ട് അതിന് ചീ പിന്നെ ടാ ചിടിയ ചിടിയ ലാസ്റ്റ് ഒരു മങ്കിയാണ് മങ്കിക്ക് പറയുന്ന പേരാണ് ബന്ദർ ബന്ദർ എങ്ങനെ എഴുതുക ബ മുകളിൽ ഒരു ഡോട്ട് ദ ര ബന്ദർ ചിത്ര ദേഖേ വാക്യ ബനായേ
ഈ ചിത്രത്തിൽ നോക്കിയിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ 2 കള്ളികളുണ്ട്. ആദ്യത്തെ കള്ളിയിൽ പേട് കെ ഊപ്പർ, രണ്ടാമത്തേതില് പേട് കെ നീച്ചെ. പേട് കെ ഊപ്പർ മരത്തിന്റെ മുകളിൽ, പേട് കെ നീച്ചെ മരത്തിന്റെ താഴെ. ഏതൊക്കെ ജീവികളാണ് മരത്തിന്റെ മുകളിലുള്ളത്? ഇവിടെ ഒരു മങ്കി ഉണ്ട്, ഇവിടെ ഒരു പാരറ്റ് ഉണ്ട്, ഇവിടെ ഒരു അണ്ണാനുണ്ട്, ഇവിടെ ഒരു കൊക്കുണ്ട് അല്ലേ? അപ്പൊ ഒരു വാക്യം ഇവിടെ തന്നിട്ടുണ്ട്. പേട് കെ ഊപ്പർ ബഗുല ഹേ. ബഗുല എന്തായിരുന്നു? മുമ്പിലെ ചാപ്റ്ററിൽ കണ്ടതാണ്. അത് കൊക്കാണ്. പേട് കെ ഊപ്പർ മരത്തിന്റെ മുകളിൽ ബഗുല ഹേ. ഇതുപോലെ ബാക്കിയുള്ള ജീവികളെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നമുക്ക് ആദ്യം ഈ ജീവികളുടെ പേരുകളൊക്കെ നോക്കാം. ജിറാഫിന് ജിറാഫ് എന്ന് തന്നെയാ പറയാ. മങ്കിക്ക് ബന്ദർ, തത്തയ്ക്ക് തോത്ത, പിന്നെ അണ്ണാന് ഗിൽഹരി, എലിഫന്റിന് ഹാത്തി, പിന്നെ ഇവിടെയുള്ള കുതിരയ്ക്ക് ഘോഡ, പശുവിന് ഗായ്. രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് നമുക്ക് ഇവിടെ മങ്കിയെ പറ്റി എഴുതാം. എങ്ങനെയാണ് എഴുതുക? സെയിം. പേട് കെ ഊപ്പർ ബന്ദർ ഹേ. എന്താണ്? പേട് കെ ഊപ്പർ ബഗുലയ്ക്ക് പകരം ഇപ്രാവശ്യമുള്ളത് ബന്ദറാണ്. പേട് കെ ഊപ്പർ ബന്ദർ ഹേ. അപ്പൊ അടുത്തതോ? പേട് കെ ഊപ്പർ തോത്ത ഹേ. തത്തയുണ്ട്. പേട് കെ ഊപ്പർ ഗിൽഹരി ഹേ. ഇതുപോലെ പേട് കെ നീച്ചെ താഴെ, പേട് കെ നീച്ചെ ഗായ് ഹേ പശു ഉണ്ട്. അടുത്തത് പേട് കെ നീച്ചെ ജിറാഫ് ഹേ. അടുത്തത് പേട് കെ നീച്ചെ ഹാത്തി ഹേ ആന ഉണ്ട്. പേട് കെ നീച്ചെ ഘോഡ ഹേ മരത്തിനടിയിൽ കുതിര ഉണ്ട്. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഈ ചാപ്റ്ററിലുള്ളയും ഓരോ വേർഡ്സിന്റെയും മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പേഡ് മരം, ജാദു മാജിക്, ബുവ അച്ഛന്റെ സഹോദരി അല്ലെങ്കിൽ അമ്മായി ആന്റി, ഗിൽഹരി അണ്ണാൻ, ദേഖർ കണ്ടിട്ട്, മേനെ കഹ ഞാൻ പറഞ്ഞു, ആപ് താങ്കൾ നിങ്ങൾ എന്നൊക്കെ പറയില്ലേ. ഖരീദി വാങ്ങി, പാലൂങ്ക പരിപാലിക്കും, അപ്നെ ആപ് സ്വയം, ആജാത്തി ഹേ വരുന്നു, ബൈട്ടി ഹേ ഇരിക്കുന്നു, ആഗയി വന്നു, തും നിങ്ങൾ അല്ലെങ്കിൽ നീ, അപ്നെ ഘർ മേ സ്വന്തം വീട്ടിൽ, പേട് ഉഗ്ലോ തോ മരം വളർത്തുകയാണെങ്കിൽ, ബാഹർ പുറത്ത്, ധൂപ് ഹോഗി വെയിൽ ഉണ്ടാകും, പേട് കെ നീച്ചെ മരത്തിന് താഴെ, ഛായ ആ ജായകി തണൽ വരും, തബ് അപ്പോൾ, ഖേൽന കളിക്കുക, അച്ഛാ ലഗേഗ നല്ലതായി തോന്നും. ശരിക്കും പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. അതിലുള്ള ഓരോ വാക്കുകളുടെ അർത്ഥവും ഇവിടെ തന്നിട്ടുണ്ട്. അത് അതുപോലെ വായിച്ചു നോക്കിയാൽ തന്നെ പാഠത്തിന്റെ അർത്ഥം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും വായിച്ച് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഓരോരോ വാക്കുകളായിട്ട് എഴുതാനും ശീലിക്കുക. നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ നിർത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.